ഹലോ നമസ്കാരം. എല്ലാവർക്കും അമീനാസ് ഹാപ്പിനെസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് വീട്ടിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കണമെന്ന്. പക്ഷെ നടക്കാറില്ല. ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റാണ്. പെട്ടെന്ന് വിചാരിച്ചിട്ടെടുത്ത വീഡിയോ ആണ്. കാരണം ഇന്നൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഇരുന്നത്. രാവിലെ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്ന ഇടയ്ക്കാണ് ചേച്ചി വീട്ടിൽ ജോലിക്ക് വരുന്നത്. ചേച്ചി പറഞ്ഞത് ഇന്ന് വരുന്നില്ല മോനെ നോക്കാനായിട്ട്, ചേച്ചിക്ക് എന്താ സൗകര്യമായിട്ട്. അപ്പോൾ കരുതി എന്നാൽ പിന്നെ ഇന്നൊരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാമൊന്നും എടുത്തിട്ടില്ല. കുറച്ച് മൊമെൻറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഞാനും എൻ്റെ കുഞ്ഞാവേ ഇതാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമുള്ള ഇന്നത്തെ ഞങ്ങളുടെ യുദ്ധമാണ് കാണിക്കാൻ പോകുന്നത്. ഡേ ഇൻ മൈ ലൈഫ്, കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ ഞാനൊരു 7:45 അറിയുന്നത് ചേച്ചി ഇന്ന് വരത്തില്ല എന്ന്. ആക്ച്വലി 8:30 എനിക്ക് കോളേജിലോട്ട് പോകേണ്ടതാണ് വർക്കിന്. പക്ഷേ അപ്പോഴത്തേക്കും ആളൊരു 8:15 എണീറ്റു. പക്ഷേ അതിന് മുന്നേ ഞാൻ കാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാപ്പി കഴിച്ചിട്ട് മോനെ ഒരു മിക്സിയുടെ ജാറൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി. അതുവരെ കഴിച്ച് കഴിയുന്ന ഒരാളെ എൻഗേജ്ഡ് ആയിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ സ്ഥലം ഒന്നും ശരിയാക്കിയിട്ടില്ല. അവൻ്റെ പ്ലേ ഏരിയയൊക്കെ അങ്ങനെ തന്നെ കിടക്കുവാണ്. കാരണം ഇന്ന് രാവിലെ ഒന്നും സമയം ഉണ്ടായിട്ടില്ല. കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആളവിടെ ഇരുന്ന് കളിക്കുക തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇനി അവന് ഫുഡ് കൊടുക്കണം. അവനൊരു 9:15 ആയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞാനിന്ന് വർക്കിന് പോകാനിരുന്നതാണ്. അപ്പോൾ ഞാൻ രാവിലെ 5:30 എണീറ്റ് അവനുള്ള ഫുഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവൻ ഇതുപോലെ ഫ്ലാസ്കിലാക്കിയാണ് വെക്കണേ. ആക്ച്വലി നല്ല ചൂടായിട്ടായിരിക്കണം. 5:30 എണീറ്റ് വെച്ചിട്ട് അതിനകത്ത് ആവി പോകുന്നത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുന്നത്. ആമസോണിനാണ് വാങ്ങിയത്. 300+ റേറ്റേ ഉള്ളൂ. പക്ഷേ നല്ല വേർത്താണ്. 6 മന്ത്സ് മുതൽ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. മോർണിംഗ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ട്രാവലിങ്ങിനും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അധികം വെയിറ്റും ഒന്നുമില്ല. ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ എളുപ്പമാണ്. അപ്പോൾ ഇതൊന്ന് കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം അവനൊരു കുഞ്ഞ് ജലദോഷമായിട്ടൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ കുറച്ചധികം ആൾ കഴിക്കുന്നില്ല. ഇപ്പോൾ അവന് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കൊടുക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോഴും ആൾ നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന ആ ജാറ് വെച്ച് തന്നെ കളിച്ചുകൊണ്ടിരിക്കണേ. ഇത് ആദ്യമായിട്ട് ആ ജാറ് കൈ കിട്ടണേ. അതിൻ്റെ ഒരു ഇതുകൊണ്ട് ഇന്ന് എന്നെ ആളധികം ഡിസ്റ്റർബ് ചെയ്യാൻ വന്നില്ല. അതുകൊണ്ട് എൻ്റെ ഫുഡിങ്ങും അവൻ്റെ ഫുഡ് എടുത്ത് സെറ്റ് ചെയ്യാനുള്ളതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങാത്ത ആളാണ് എന്നെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നിപ്പോൾ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ആറാൻ വെക്കണം. ഫുഡ് നല്ല ചൂടായിട്ടായിരിക്കണേ. അപ്പോൾ ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ അടിയിലൊന്ന് വെക്കുകയാണ്. അത് ആറ് വരുമ്പോഴത്തേക്കും അവന് ഫുഡ് കൊടുക്കണം. ഇനിയിപ്പോൾ അവനവിടെ ഇരുന്ന് അവനെ കളിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ജാറ് മാറ്റാനായിട്ട് കുറച്ച് കടല കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കരുതാത്തതാണ് കടല. പിന്നെ ഞാൻ നിൽക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് അവൻ്റെ ശ്രദ്ധ മാറ്റാനേ കൊടുത്തുള്ളൂ. അപ്പം തന്നെ തിരിച്ച് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ കളിക്കാനായിട്ട് ഇരുന്നു. കുറച്ച് നേരം അവനെ ഈ വോക്കറിലിരുത്തി ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ചോറ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു. ഉച്ചക്കലത്തേക്ക് ഫുഡായിട്ടില്ലായിരുന്നു. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഫുഡൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടി ഇട്ടപ്പോഴത്തേക്ക് ആളവിടെ നിന്ന് തനിയെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എൻ്റെ പുറകെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും അവൻ്റെ കയ്യെത്തുന്ന ദൂരത്തൊന്നും വയ്ക്കാത്തതുകൊണ്ട് തന്നെ അത്ര പ്രശ്നം ഇല്ല. ഇനിയിപ്പോൾ എന്നിട്ട് അണ്ണ ഉറക്കി. കുറച്ച് പാലൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ആൾ ഉറങ്ങി. ഇത് ഏകദേശം ഒരു 11:30 അടുപ്പിച്ചായി. അപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂർ ആൾ രാവിലെ ഉറങ്ങും സ്ഥിരമായിട്ട്. അപ്പോൾ ഇനി ഒരു 12:30 അല്ലെങ്കിൽ 1 മണിക്ക് നോക്കിയാൽ മതി ആളിനെ. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ചോറ് കഴിക്കുമ്പോഴത്തേക്കും അവൻ എണീക്കുമായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എണീറ്റപ്പോൾ മൂഡ് കുഴപ്പമില്ലാണ്ട് കുഴപ്പമില്ലാതെ ഉറങ്ങിയോണ്ട് ഹാപ്പി ആയിട്ട് തന്നെ എണീറ്റ് ഉടനെ കുറച്ച് കളിക്കട്ടെ എന്ന് വെച്ചാൽ. കാരണം ഇനി അടുത്ത ഉച്ചക്കലത്തെ ഫുഡ് കൊടുക്കുമ്പോൾ കുറച്ച് അല്ലെങ്കിൽ കഴിക്കില്ല ആൾ. അങ്ങനെ കഴിക്കട്ടെ എന്ന് വെച്ചാൽ കളിക്കാൻ വേണ്ടി വിട്ട് കുറച്ച് നേരത്തേക്ക് കളിച്ച് അങ്ങനെ കുറച്ച് നേരം അവൻ്റെ സൈക്കിളൊക്കെ കയറി കളിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാനായിട്ട് പോയി. അവനെ ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് ഇന്ന് കൊടുത്തത്. അപ്പം ഇങ്ങനെ വെളിയിലോട്ട് നോക്കിയിരുത്തുന്നത്. നല്ല വെയിലുണ്ട് ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഇവിടെ പക്ഷികളും കുറേ കാക്കകൾ, പ്രാവ്, തത്തയൊക്കെ ഉണ്ട് ഈ ഏരിയയിലോട്ട്. അപ്പോൾ അവിടെ ഇരുന്ന് അതിനെയൊക്കെ ഇങ്ങനെ നോക്കി അതിനെയൊക്കെ കാണിച്ചാണ് ഫുഡ് കൊടുത്തത്. ഇതിനിടയ്ക്ക് ഫുഡ് പിന്നെ കഴിക്കാണ്ടായപ്പോൾ ഞാൻ കുറച്ച് കടല വേവിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവിച്ച കടല ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അത് വെച്ചാൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. അപ്പോൾ കുറച്ച് ഹാപ്പിയായി അവന്. അപ്പോൾ ഇന്ന് കുറച്ച് എനിക്കും എടുത്ത് തരുന്നുണ്ട്. ആളുടെ വായിലൊക്കെ വെക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഫുഡ് കഴിച്ചു. ഫുഡ് അത്ര നന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ ജലദോഷം ആയതുകൊണ്ട് അത്ര നന്നായിട്ട് കഴിച്ചു തുടങ്ങിയിരുന്നില്ല.
ഞാൻ കളിക്കാനിരിക്കുകയായിരുന്നു. കുറച്ച് നേരം കൂടെ കളിച്ചു. ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് എനിക്ക് ആ പ്രശ്നം വന്നില്ല. അപ്പോൾ എനിക്ക് ആൾ ഫുൾ എവേക്കായിരുന്നു ടൈം മുഴുവൻ. എനിക്ക് അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടിയായിരുന്നു. പിന്നെ വീണ്ടും വൈകുന്നേരമായപ്പോൾ വീണ്ടും ഞാൻ ഉറക്കി. കുറച്ച് നേരം കൂടെ ഉറങ്ങിയെന്ന്. എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, കുളിക്കണം. അപ്പോൾ അവൻ ഉറങ്ങിയാലേ നടക്കുകയുള്ളൂ. അങ്ങനെ അവനെ ഉറക്കി തൊട്ടിലാണ് കിടത്തിയത്. അപ്പോൾ ഈ തൊട്ടിൽ നല്ലതാണ്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പറഞ്ഞുതരാം. ഇതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എണീറ്റ് പിന്നെ അടുക്കളയിൽ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു കുറച്ച് നേരം. തേങ്ങ വേണം എന്ന് പറഞ്ഞു, തേങ്ങ കൊടുത്തു. അപ്പോഴത്തേക്കും നല്ല പപ്പ വന്നപ്പോൾ ചോക്ലേറ്റൊക്കെ ആയിട്ടാണ് വന്നത്. ആക്ച്വലി ഇന്ന് കുറച്ച് ലേറ്റായി ട്രെയിൻ വരാനായിട്ട്. യൂഷ്വലി 8 മണിക്ക് എത്തുന്ന ആൾ 9 മണിക്ക് എത്തിയത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അവന് കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം കുറുക്ക് തന്നെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓട്സോ അങ്ങനെ എന്തെങ്കിലും അവിടെ കൊടുക്കുന്നത്. ഓട്സ് കൊടുത്തു. ഞങ്ങളും ചോറ് കഴിച്ചു, പിന്നെ ഉറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സേവ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.